ये सब आपको पूरा हो जाएगा। इसमें 2 घंटे का काम है, 2 घंटे में पूरा हो जाता है। 20 मिनट समय लगता है घूमने में। इंडिया गेट आपको दिखाएगा लास्ट में किधर जाना है। നമ്മൾ ദാണ്ടെ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയേക്കണത്. നമ്മൾ എന്നാ പോകണോ, എങ്ങോട്ട് പോയി എങ്ക പോകണോ ഇന്ന് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടുന്ന് കുറച്ച് ഉള്ളൂ കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ പാർട്സാണ് നമ്മളിത് അവിടെ സൈഡിലൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻസ് അതിൻ്റെ പാർക്ക് നടക്കാൻ തന്നെ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ഓട്ടോക്ക് പോകാം. ചുറ്റി വളയണോ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. 2 എൻട്രൻസ് ഗേറ്റ് ഉണ്ടെന്ന് ഞാൻ കുറേ മുന്നേ കണ്ട ഒരു വീഡിയോക്ക് അകത്ത് കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഈ ഓട്ടോ ചേട്ടൻ പറയുമായിരുന്നു, അതായത് 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തബ് മിനാർ മീൻസ് ഡൽഹിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാന്ന്. പക്ഷെ കേസ് നമുക്ക് അങ്ങനെ വേണ്ട കേസ്, നമുക്ക് തെണ്ടി കാണണം. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒന്ന് ലെഫ്റ്റ് അങ്ങോട്ട് തിരിയാനുണ്ടായിരുന്നുള്ളൂ. ഇയാൾ ഓട്ടോയിൽ കറക്കി കൊണ്ടുപോകും. പെട്ടു കുഴപ്പമില്ല. 40 റുപ്പീസ് അല്ല അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ എൻട്രൻസിൻ്റെ അങ്ങോട്ടാവും കൊണ്ടുപോയി നിർത്തുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തിയേക്കാണ്. അതിൻ്റെ 2 ഗേറ്റ് ഉണ്ട്. അതിൽ ഒരു ഗേറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിൽക്കണു രോമാഞ്ചം ഗൈസ്, രോമാഞ്ചം ഗോസ് ബംസ് ഉണ്ട് മോനെ. എൻ്റെ മോനെ, നമ്മൾ വീഡിയോയിലൊന്നും കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ വേറെ ലെവൽ ഫീലാണ്. അപ്പം നമ്മൾ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ എൻട്രൻസ് കൂടെ പോവാണ്, എന്നാലേ അവിടെ എത്തുള്ളൂ കേട്ടോ. മീൻസ് ഈ ടണലിലൂടെ പോവാം. ഓ മൈ ഗോഡ്, ഓർമ്മിക്കാരോ. എനിക്ക് അടുത്ത പോയൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ കഴിച്ച് ഞാൻ ഒരു ഡിസ്ക്ലൈമർ പോലെ ഒരു കാര്യം പറയാം. ഞാൻ അങ്ങനെ വലിയ ഇതിനെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളൊന്നുമല്ല. അതായത് സുജിത് ഭക്തൻ ചേട്ടൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ചേട്ടൻ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. അതുപോലെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാട്ടോ. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ പോലീസ് കേസ് വരും ഗൈസ്. അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടൊക്കെ സംസാരിക്കുള്ളൂ. പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയാൻ പറ്റില്ല. സോ പോകാം. മീൻസ് ടണൽ കയറി വന്നപ്പോൾ തന്നെ കാണുന്നത് ഇതാണ്, നരേന്ദ്രമോദിജി ആൻഡ് ഗാന്ധിജി. ഇവരുടെ 2 പേരുടെയും കൂടി സ്റ്റാച്ചു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ ഗൈസ്, നമ്മളിതാ ഈ എൻട്രൻസിലൂടെ പോയി കഴിഞ്ഞാലാണ് ഇവിടെ എത്തുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് ചൈന, കൊറിയ, ഇംഗ്ലീഷുകാർ, എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകാരുള്ളൊരു ഡൽഹിയിലാണെന്ന്. കാരണം എന്തൊരു ടൂറിസ്റ്റുകളാണെന്നറിയാം. ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഓരോ പോസിൽ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. എൻ്റെ മോനെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ഫീലാണ് കേട്ടോ ഇതിന്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും മീൻസ് ഞാൻ എത്രയോ വീഡിയോസിൽ എത്രയോ ക്ലിപ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇന്ത്യ ഗേറ്റ് ആണ് പറഞ്ഞിട്ട്. മീൻസ് കുറേ വാൾപേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടില്ല. പക്ഷെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോമാഞ്ചം ഫീലാണ് കേട്ടോ. ഞാൻ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റാറ്റ്യൂസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ അത്ഭുതങ്ങൾ, മീൻസ് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ അറിയുമ്പം ഒരു ആകാശത്ത് ഒരു സ്റ്റാച്ചു കൊണ്ടുവന്ന് വെച്ച പോലെ. സത്യം പറയാലോ, ഇതെങ്ങനെ ഇതിൻ്റെ ആർക്കിടെക്ചറിങ് രീതി എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടാത്ത രീതിയിലാണ് ഇതിൻ്റെ മീൻസ് ആർക്കിടെക്ചറിങ് രീതി പറയുന്നത്. അതാണ് കേട്ടോ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നത്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ മീൻസ് കുറേ നേരം ഞാനിത് നോക്കി നിന്നിട്ട് കണ്ടോ, കറക്റ്റ് ആകാശത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാറ്റു വെച്ച പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നണം കാണുമ്പോൾ. പിന്നെ ഗൈസ്, ഇതിനെപ്പറ്റി പ്രത്യേകം പറയാനുള്ളത്, ഇത് എന്തിനു നിർമ്മിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മാരകമാണ്. ദാറ്റ് ഈസ് യുദ്ധത്തിൽ മരിച്ചുപോയ മീൻസ് നമ്മുടെ ഇന്ത്യൻ ആർമിക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതാണ് ഇന്ത്യ ഗേറ്റ് കിട്ടുക. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ കുറേ ഉണ്ട് കാണാൻ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്ക് ഇനിയും പോകാനുണ്ട്. സോ ഇവിടെ കുറേ പേര് റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. കുറേ ഡാൻസ് പെർഫോമൻസ് മീൻസ് കുറേ
ഇൻഫ്ലുവൻസേഴ്സ് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ എന്ത് ഭംഗിയുള്ള കുറേ പൂക്കൾ ഗൈസ്, അങ്ങനെ ഞാൻ അതിലൊക്കെ ഇങ്ങനെ തൊട്ടും തലവടിയൊക്കെ നിന്ന് നല്ല നല്ല കളർഫുൾ ഫ്ലവേഴ്സാണ് കേട്ടോ മൊത്തം. എനിക്ക് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിടാൻ തോന്നില്ല, ഇങ്ങനെ അതും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഗൈസ് അവിടെ അങ്ങനെ കുറേ നേരം നിന്നു. ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇതിൻ്റെ ബാക്കിലോട്ടും കുറേ സ്പേസ്. ഇത് മാത്രമല്ല, ഇന്ത്യ ഗേറ്റ് പറയുന്നത് ഈ ജസ്റ്റ് ഒരു സ്റ്റാച്ചു മാത്രമല്ല, ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാനം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിലും കുറേ സ്പോട്ടുകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ കുറേ പേര് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഫേമസ് ഇൻസ്റ്റാഗ്രാമിലെ കുറേ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇവിടെ കുറേ സ്പോർട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് കേട്ടോ പോകണം. ബാക്കിൽ ഇനിയുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ, മീൻസ് ഒരു പാർക്ക് പോലെ. ആ പാർക്ക് തന്നെയാണ് കേട്ടോ. അവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് കണ്ടു വന്നതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ റെസ്റ്റ് ചെയ്യാൻ തോന്നണില്ല, ബിക്കോസ് തീരെ ചൂടില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ വയർക്കൊന്നുമില്ല, ഒരു ക്ഷീണം തോന്നുന്നില്ല. ഓ മൈ ഗോഡ്, എനിക്ക് ഇവിടെ അങ്ങ് ബോധിച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൽഹി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 ചെവിയിലും എയർപോഡ് വെച്ചേക്കുക ഗൈസ്. ബിക്കോസ് എന്തോ ഒരു പ്രഷർ ചെവിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വെച്ച് നടക്കുന്നുണ്ട്, അല്ലാത്തവർ ക്വൈറ്റ് നോർമൽ. അങ്ങനെ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മീൻസ് നല്ല ഫോഗാണ് ഇവിടെ. ഒന്നാമത് ആ ഫോഗ് മീൻസ് തലയിലൂടെ ഇറങ്ങാണ്ടിരിക്കാൻ നമ്മൾ ക്യാപ്പ് ഇടും, പക്ഷേ ചെവിയിലൂടെയും മൂക്കിലൂടെയും കയറും. മൂക്കിൽ പനി എന്തായാലും വെക്കാൻ പറ്റില്ല, സോറി ഗൈസ്, മൂക്കിൽ പനി എന്തായാലും വെക്കാൻ പറ്റില്ല. അപ്പോൾ ചെവിയിൽ എയർപോഡ് വെച്ചിട്ട് നടക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുവേ. അപ്പോൾ ഗൈസ് എയർപോഡ് വെച്ചിട്ട് നടക്കാം. ബിക്കോസ് ഞാൻ കുറേ പേരുടെ അങ്ങനെ നടക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഓർത്തു ഇവർ എന്തെങ്കിലും മ്യൂസിക് കേൾക്കണമായിരിക്കുന്നത്, പക്ഷെ അല്ല. ആക്ച്വലി അത് ഫോഗ് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോഗ് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ മഞ്ഞല്ല, നമ്മുടെ അവിടുത്തെ മഞ്ഞ് കൊണ്ടാൽ തന്നെ പനിയും ഇതൊക്കെ വരും. പക്ഷെ ഇത് പറയുന്നത് ഭയങ്കര പൊല്യൂഷൻ നിറഞ്ഞ ഫോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖം വരും. ഇറ്റ്സ് ഈസി ടു ക്യാച്ച് ഫീവർ, കോഫ് പോലത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആർമിക്കാരുടെ സ്മാരകമാണ്. മരിച്ച ആർമിക്കാർക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പം അതിൻ്റെ മെയിൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ இந்த വഴി പോയാൽ എന്താ സാധനം പാർക്കാം. സോറി ഗൈസ്, അങ്ങനെയൊക്കെ പേടിയാട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാന്ന് പറയണം എനിക്ക് ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ വിളിച്ച് ആകെ തുറന്നാൽ പൊട്ടത്തരേ വരുള്ളൂ. അപ്പം എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടായി തീരും ഗൈസ് ഫ്യൂച്ചറിൽ. ഓക്കെ, ഇവിടെ ചെക്കിങ് കഴിഞ്ഞാൽ ആകെ എൻ്റെ ബാഗിലൊരു മെൻസ്ട്രൽ പാഡ് ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവർ ചെക്ക് ചെയ്തു. ഇനി ഗൈസ് അവിടെ ഒരു അടുത്തൊരു മെഷീൻ നിൽക്കുന്നുണ്ട്, ഫുൾ ബോഡി സ്കാൻ്റെ. അതും കൂടി കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു അടിപൊളി സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. കണ്ടോ, ഇവിടെ ഫുൾ ബോഡി ചെക്കിംഗ് ആണ്. അങ്ങനെ ഗൈസ് ഇതിൻ്റെ അകത്തും ഫുൾ ഫ്ലവേഴ്സ്. എന്തോ അടിപൊളിയായിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. ഇതെൻ്റെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഫുൾ കച്ചറ വിച്ചറാക്കിയേനെ. നല്ല വൃത്തി, എന്ത് വൃത്തിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഹൈജീനായിട്ടുള്ള പ്ലേസ് കാണണം. ഓ മൈ ഗോഡ്, അടിപൊളി ഗാർഡനിങ് അല്ലേ. ഓക്കെ ഗൈസ്, ഇവിടെ ഗാർഡനിങ് അല്ല കേട്ടോ. ആ കാണുന്നതൊക്കെ കണ്ടോ, അവിടെ നമുക്ക് പോയി നോക്കാം, പോയി കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കാനോ ഒന്നിനും പാടില്ല, തൊടാനോ ഒന്നിനും പാടില്ല കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് എ സ്മാരകം ആണ് ഗൈസ്. നമ്മുടെ ബിലൗഡ് ആർമിക്കാർ മരിച്ചതിൻ്റെ സ്മാരകമാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഇരിക്കരുത്. എന്തോരം പട്ടാളക്കാരാണെന്നറിയാവോ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞേക്കുന്ന. ദൈവമേ, വിശ്വസിക്കാൻ പറ്റണില്ല. ഇത്രയും ആൾക്കാർ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെയൊക്കെ സേഫ് ആക്കിയത് ഇവരൊക്കെയാണ് കേട്ടോ. ഇവരുടെ ജീവൻ കളഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ സേഫ് ആക്കിയത്, നമുക്ക് ഇന്ത്യ തന്നത്. ഇവിടെ പുതിയതായിട്ട് എഴുതി ചേർക്കുന്നൊക്കെ ഉണ്ട്. മീൻസ് ഇവിടെ കൂടുതലും ഓരോ സ്റ്റേറ്റത്തെ ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇതുണ്ട് കേട്ടോ. അതായത് മീൻസ് ഇപ്പം കേരള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലക്ഷക്കണക്കിന് പേരുകളാണ് അവിടെ എഴുതി വെച്ചേക്കണേ. കണ്ണ് അന്താളിച്ച് പോകും ഗൈസ് കണ്ടു കഴിഞ്ഞാൽ. സത്യം പറയാലോ, അത്രയും ലക്ഷക്കണക്കിന് ആർമിക്കാരുടെ ഫോട്ടോസാണ് എഴുതി വെച്ചേക്കണത്. സത്യം പറയാലോ,
കണ്ടോ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ഹെലികോപ്റ്റർ, എയറോപ്ലെയിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ പേര് ഇതൊക്കെ ഇവിടെ കാലിയാക്കി ഇട്ടേക്കാണ്. മീൻസ് ഇനി വീരമൃത്യു അടീന ആർമിക്കാരുടെ പേര് എഴുതാൻ, ഇനി വരുന്നവരുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ ഒരു പ്ലേസ് പറയുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഒരു ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലീസൊക്കെ ഇവിടെ വന്ന് ഫ്ലവേഴ്സൊക്കെ വെച്ച് പോകുന്നുണ്ട് കേട്ടോ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട്. ശരിക്കും ഇന്ത്യ ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മീൻസ് ആർമിക്കാരുടെ ഒരു സ്മാരകമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും മറക്കില്ല. മീൻസ് ഈ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം ഗൈസ്. നിങ്ങളുടെ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കാണിച്ചു കൊടുക്കണം. ആൻഡ് നമ്മളിപ്പോൾ വന്നേക്കണത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ എന്നല്ല, ഒരു അതിനെന്താ പറയുക, മൈ ഗോഡ്, മ്യൂസിയം അവിടെയാണ് കേട്ടോ. മൈ ഗോഡ്, ആ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഫുള്ള് മീൻസ് യുദ്ധകാല സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്സസറീസ്, ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും മ്യൂസിയം ആക്കി വെച്ചേക്കാണ്. നമുക്ക് മേടിക്കുകയും ചെയ്യാം ഹൈ പ്രൈസിന്. ആക്ച്വലി ഗൈസ്, ഇവിടെ വീഡിയോക്ക് പെർമിഷൻ ഇല്ല. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ അവർ പറയുകയും ചെയ്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ട് ചെയ്തോ എടുത്ത് വെച്ചു. ഓ മൈ ഗോഡ്, താങ്ക് ഫോർ ദ ഗുഡ് ബിഹേവിയർ. മോശമായിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും മനസ്സിലുണ്ടാകും. കാരണം ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ വരികയാണ്. പ്രത്യേകിച്ച് ആർമിക്കാരുടെ അടുത്ത് ഒരു മോശം അനുഭവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ എന്നും ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് അവർ നല്ലതിൽ പറഞ്ഞുകൊണ്ട് ഞാനും ഹാപ്പി, അവരും ഹാപ്പി. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അവിടെ വീഡിയോ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങളിത് അവിടെ വന്ന് തെണ്ടി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നേക്കാണ് ഗൈസ്. ബിക്കോസ് ഇവിടെ പച്ച വെള്ളം കിട്ടാനില്ല. മീൻസ് ഒരു ഷോപ്പ് പോലും ഇല്ല കേട്ടോ. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പാടില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നു. കുറേ ആർമിക്കാരെ കണ്ടു കേട്ടോ. അതായത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ല, നല്ല മാസമായിട്ട് വരുന്ന. പൊളി. നമുക്ക് വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ദിവസം മൊത്തം വേണം ഇവിടെ കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ, അത്ര അടിപൊളി. ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ച ആർമിക്കാരുടെ ഒക്കെ എന്താ പറയുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ഡീറ്റെയിലായിട്ട് കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മതിയാവും. അപ്പം എന്താ പറയുക, നിങ്ങളൊരു ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. സോ എന്തായാലും വരിക, കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ബൈ. വീഡിയോ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇതും കൂടി നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് വരുത്തി ഗൈസ്. കാരണം വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോണേ. അപ്പോൾ നൈറ്റ് വ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തായാലും ക്യാച്ച് ചെയ്യണം. നിങ്ങളിത് മസ്റ്റായിട്ട് കാണണം. ഇന്ത്യ ഗേറ്റിൻ്റെ അതുമേലുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ പതാക കളർ മാറി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മോനെ ആൾക്കാർ കൂടി. നൈറ്റ് വ്യൂ പൊളിയാണ് ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഡോണ്ട് മിസ് ഇറ്റ് എനി ഗൈസ്. അത്രയും പൊളിയാണ്. പൊളി. ഒരു ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡൽഹി കാരണം ഗൈസ്. ഇന്ത്യ ഗേറ്റ് കാണണം ഗൈസ്. അടിച്ച് പൊളിക്കാം ഗൈസ്. കിഡിലാണ് ഗൈസ്. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. ഇനിയിപ്പോൾ നമ്മളിത് അവിടെ സൈഡിലുള്ള പാർക്കില്ല, അവിടെ ഇരുന്ന് എന്തേലൊക്കെ ഞെണ്ണിയിട്ടൊക്കെ റൂമിൽ പോകുള്ളൂ കേട്ടോ. സോ ഗൈസ്, മെട്രോ സ്റ്റേഷൻ മറക്കണ്ട. സെക്രട്ടേറിയറ്റ് മെട്രോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നുമില്ല. സോ ഗൈസ്, മസ്റ്റായിട്ട് വരിക. ആൻഡ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.